ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിപ്പോൾ ചക്കക്കാലമൊക്കെ അല്ലേ, പഴുത്ത ചക്ക കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ചക്കയപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്കത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ടുള്ള തേങ്ങാക്കൊത്തൊന്ന് അരിഞ്ഞെടുക്കാം. ശേഷം നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. 1.5 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. അതിലേക്ക് വേവിച്ച് അരച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു 3-4 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചക്കയപ്പത്തിൻ്റെ മാവ് ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. ചക്കപ്പം ആയതുകൊണ്ട് ഞാൻ പ്ലാവില തന്നെയാണ് എടുത്തിട്ടുള്ളത്. പ്ലാവില കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഴയില ആയാലും മതി. വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് അതിൽ പൊതിഞ്ഞ് കെട്ടിയെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഇതുപോലെ കുമ്പിളാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഈ കുമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാതെ സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ കുമ്പിളിലും ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കുമ്പിളുകളും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ നമുക്കിതുപോലെ തട്ട് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ തന്നെ മതിയായിരിക്കും വേവാനായിട്ട്. അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.